കഥകൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നു. കഥകൾ കേൾക്കാനും മിക്കവർക്കും താല്പര്യമുണ്ട്. നമ്മളൊക്കെ ഈ കഥകൾ എങ്ങനെയാണ് കേട്ടത്? ചെറുപ്പകാലത്ത് പ്രായം ചെന്നവരിൽ നിന്നും നമ്മൾ കഥ കേട്ടിട്ടുണ്ട്. മുത്തശ്ശിമാരാണ് മുത്തശ്ശി കഥകളിലൂടെ പല കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട്. അത് ഐതിഹ്യ കഥയായാലോ? കൊട്ടാരത്തിൽ ശങ്കുണ്ണിയാണ് ഐതിഹ്യ കഥകൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ അത്തരത്തിൽ വാമൊഴിയായി പറയപ്പെട്ട് വെച്ചിട്ടുള്ള, പിന്നീട് വരമൊഴിയായി തീർന്ന പല ഐതിഹ്യ കഥകളും നമ്മുടെ മുന്നിലുണ്ട്. അത്തരത്തിൽ കുറേ ഐതിഹ്യ കഥകൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ്. ഈ കഥകൾ ഇഷ്ടമായാൽ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതെനിക്ക് കൂടുതൽ കഥകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ പ്രോത്സാഹനമാകും. വളരെ കാലങ്ങൾക്ക് മുൻപ്, വളരെ വർഷങ്ങൾക്ക് മുൻപ് ചെങ്ങന്നൂർ താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന പുലിപ്പറ എന്ന നായർ തറവാട്ടിൽ അസാധാരണ ബുദ്ധിശാലിയായ ഒരു കാരണവർ ഉണ്ടായിരുന്നു. ഭക്തനും ശാസ്ത്രജ്ഞനും വിദ്വാനുമായിരുന്ന അദ്ദേഹത്തിന് സാക്ഷാൽ ഭദ്രകാളിയിലായിരുന്നു അതിയായ വിശ്വാസം. കുളിയും ജപവും കുങ്കുമതിലകവും എല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ സവിശേഷ ലക്ഷണങ്ങളായിരുന്നു. ജ്യോതിശാസ്ത്രത്തിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന അതിരുകടന്ന അറിവ് പലരെയും അത്ഭുതാധീനരാക്കിയിട്ടുണ്ട്. അധ്യാത്മ ജ്ഞാനസമ്പാദനത്തിനായി നിരന്തര പ്രയത്നം ചെയ്തുകൊണ്ടിരുന്ന ആ പരമഭക്തന് ചെങ്ങന്നൂരെ താമസം ക്രമേണ രുചിക്കാതായി. എവിടെയെങ്കിലും ഏകാന്തമായി താമസിച്ച് ശേഷം കഴിക്കണമെന്നുള്ള വിചാരത്തോടുകൂടി ഒരിക്കൽ അദ്ദേഹം ജനസഞ്ചാരം അത്രയധികമില്ലായിരുന്ന മണ്ണടി ദേശത്തു പോയി. വീട്ടിൽ നിന്നും പോകുന്ന അവസരത്തിൽ തൽക്കാല ആവശ്യത്തിനു വേണ്ടതെല്ലാം എടുത്തുകൊണ്ടു തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ യാത്ര. കുന്നത്തൂർ താലൂക്കിൽ ഉൾപ്പെട്ട മണ്ണടി ദേശം അന്നു മിക്കവാറും കാടു പിടിച്ചാണ് കിടന്നിരുന്നത്. അങ്ങിങ്ങായി പേരിന് ഓരോ വീടുകൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പുലിപ്പറക്കാരണവർ വീടുകൾ അധികമായി അടുത്തെങ്ങും ഇല്ലാത്ത ഒരു സ്ഥാനം നോക്കി കാടു വെട്ടിത്തെളിച്ച് സ്വന്തമായി ഒരു വീടുണ്ടാക്കി അവിടെ താമസമുറപ്പിച്ചു. ചെങ്ങന്നൂരിൽ നിന്നും തൻ്റെ ശേഷക്കാരായ ചിലരെ തൻ്റെ ശുശ്രൂഷയ്ക്കായി ആ വീട്ടിൽ കൊണ്ടുവന്നു താമസിപ്പിക്കാതെയുമിരുന്നില്ല. അടുത്തുള്ള ആറ്റിൽ കുളിക്കാം, ധാന്യങ്ങൾ കൃഷി ചെയ്തുണ്ടാക്കാം, ആഹാരത്തിനാണെങ്കിൽ നല്ല നല്ല സാധനങ്ങൾ കിട്ടും. ചെങ്ങന്നൂരേക്കാൾ സുഖം മണ്ണടിയിൽ തന്നെ എന്ന് അദ്ദേഹത്തിന് അല്പകാലം കൊണ്ട് ബോധ്യമായി. അങ്ങനെ അദ്ദേഹം അവിടെ സുഖജീവിതം കഴിച്ചിരുന്ന കാലത്ത് ഒരു ദിവസം പ്രഭാതത്തിൽ സുന്ദരികളായ 2 സ്ത്രീകൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നുകയറി. കാരണവർക്ക് അവരുടെ ആഗമനം അത്ഭുതകരമായിട്ടാണ് തോന്നിയത്. അതിനു മുൻപ് ആ സ്ത്രീകളെ അദ്ദേഹം ആ പ്രദേശത്തെങ്ങും കണ്ടില്ല എന്നു മാത്രമല്ല, നവയൗവനം വന്നു നാൾതോറും വളരുന്ന അവർ ആൺതുണയില്ലാതെ കാട്ടുപ്രദേശങ്ങളിൽ കൂടി കടന്നു വന്നതെങ്ങനെ? ഇവർക്ക് അതിനുള്ള ധൈര്യം എവിടെ കിട്ടി? ഏതായാലും വസ്തുതകൾ ഇവരോട് തന്നെ ചോദിച്ചറിഞ്ഞു കളയാം എന്നദ്ദേഹം തീരുമാനിച്ചു. എന്നിങ്ങനെയുള്ള വിചാരത്തോടുകൂടി കാരണവർ അവരെ അടുക്കൽ വിളിച്ചു വരുത്തി ഇങ്ങനെ ചോദിച്ചു: നിങ്ങൾ ആരാണ്? എവിടെ നിന്ന് വരുന്നു? എന്തിനായിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്? അപ്പോൾ സ്ത്രീകൾ പറഞ്ഞു:
ഞങ്ങൾ എവിടുത്തുകാരനാണെന്നും ഞങ്ങൾ ആരാണെന്നും പറയുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം? നിങ്ങൾക്കുമില്ല ഞങ്ങൾക്കുമില്ല അതുകൊണ്ടൊരു ലാഭം. അപ്പോൾ കാരണവർ പറഞ്ഞു, ലാഭത്തെ ഉദ്ദേശിച്ചല്ല ഞാൻ ചോദിക്കുന്നത്. ഈ പ്രദേശത്തുകൂടി ആൺതുണയില്ലാതെ സഞ്ചരിക്കുന്ന ചെറുപ്പക്കാരികളായ നിങ്ങളുടെ ധൈര്യം എന്നെ വിസ്മയപ്പെടുത്തുന്നു. ഇത്ര ധൈര്യമുള്ള ചെറുപ്പക്കാരികളെ ഞാൻ ഇതിനു മുൻപ് കണ്ടിട്ടില്ല. അതുകൊണ്ട് ചോദിച്ചുവെന്നു മാത്രം. ഇഷ്ടമുണ്ടെങ്കിൽ പറയണം, ഇല്ലെങ്കിൽ പറയുകയും വേണ്ട, അത്രയേ ഉള്ളല്ലോ. ചെറുപ്പക്കാരികൾ അദ്ദേഹത്തെ നോക്കി. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് പ്രത്യേകമായ വാസസ്ഥലമൊന്നുമില്ല. അതുകൊണ്ട് വാസസ്ഥലം അന്വേഷിച്ച് നടക്കുന്നവരാണ് ഞങ്ങൾ. അല്ലാതെ മറ്റാവശ്യങ്ങൾ ഒന്നും തന്നെയില്ല. എത്ര കാലമായി ഇങ്ങനെ സഞ്ചരിക്കാൻ തുടങ്ങിയിട്ട്? അത് വളരെ കാലമായി. എന്നിട്ട് ഇതുവരെ വാസയോഗ്യമായ ഒരു സ്ഥലം കിട്ടിയില്ല എന്നു മാത്രം. കാരണവർ അത്ഭുതത്തോടെ ചോദിച്ചു, ആകട്ടെ അങ്ങനെയാണെങ്കിൽ എൻ്റെ ഈ വീട്ടിൽ താമസിക്കാമോ? സ്ത്രീകൾ പറഞ്ഞു, അത് ആലോചിക്കേണ്ട വിഷയമാണ്. അപ്പോൾ കാരണവർ പറഞ്ഞു, അത്ര വളരെ ആലോചിക്കാനെന്തുള്ളൂ? താമസിക്കാൻ നല്ല സ്ഥലം കിട്ടണമെന്നേ നിങ്ങൾക്കുള്ളുവല്ലോ. അതു ശരി, പക്ഷേ ഞങ്ങൾക്ക് സഹായം ചെയ്യാൻ ഇവിടെ ആരുണ്ടാകുമെന്ന് കൂടി അറിയേണ്ടതല്ലേ? നിസ്സഹായകളായി ഒരിടത്ത് ഞങ്ങൾ എങ്ങനെ താമസിക്കും? കാരണവർ പറഞ്ഞു, അത് ചിന്തിക്കേണ്ടത് തന്നെ. എന്നെ സംബന്ധിച്ച ആളുകൾ നിങ്ങളെ രക്ഷിക്കും, സഹായിക്കും. സ്ത്രീകൾ പറഞ്ഞു, അതുകൊണ്ട് മാത്രം ഞങ്ങൾ തൃപ്തിപ്പെടുകയില്ല. ഏതെല്ലാം വിധത്തിലുള്ള സഹായങ്ങളാണ് അവർ ഞങ്ങൾക്ക് ചെയ്തു തരിക എന്നുള്ളത് കൂടി അറിയണം. ഇത്രയുമായപ്പോൾ സ്വയം ബുദ്ധിമാനും ഭക്തനുമായ കാരണവർക്ക് ഇവർ ആരായിരിക്കാമെന്നുള്ള സംശയം വീണ്ടും ബലമായിട്ടുണ്ടായി. അദ്ദേഹം പറഞ്ഞു, ഞാൻ വെളിയിലേക്കൊന്ന് ഇറങ്ങിയിട്ട് വരാം. അത്യാവശ്യമാണ്. അതുവരെ നിങ്ങൾ ഇവിടെ ഇരിക്കുക. നിങ്ങളുടെ ഏതാവശ്യങ്ങളും ഞാൻ നിറവേറ്റി തരുന്നതാണ്. ഞാൻ തിരിച്ചു വന്നു കണ്ടിട്ടേ നിങ്ങൾ പോകാവൂ. ഇതാ വന്നു കഴിഞ്ഞു. കാരണവർ അവിടെ നിന്നും വെളിയിൽ ഇറങ്ങി നേരെ സുപ്രസിദ്ധനായ ഒരു ദൈവജ്ഞൻ്റെ ഗൃഹത്തിലേക്ക് നടന്നു. തനിക്കു തന്നെ ജ്യോതിഷത്തിൽ നല്ല പരിജ്ഞാനമുണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹം ജ്യോതിശാസ്ത്രകാരനെ തിരക്കിപ്പോയത് തൻ്റെ ജ്ഞാനത്തെപ്പറ്റിയുള്ള വിശ്വാസക്കുറവ് കൊണ്ടെന്നേ വിചാരിക്കേണ്ടതുള്ളൂ. ജ്യോതിഷനെ കണ്ടു. വിവരങ്ങൾ ചോദിച്ചിൽ നിന്നും തൻ്റെ ഗൃഹത്തിൽ വന്നുകൂടിയിരിക്കുന്നവർ സാക്ഷാൽ ഭദ്രകാളിയും ഒരു യക്ഷിയുമാണെന്ന് മനസ്സിലായി. കാരണവർ അവിടെ നിന്നിറങ്ങി അല്പം ഒന്ന് വിചാരിച്ചുകൊണ്ട് അടുത്തുള്ള ആറ്റുതീരത്ത് ചെന്നിരുന്നു. ദേവി, ഭദ്രകാളി, യക്ഷി, ഞാൻ ചെന്നിട്ടേ അവർ അവിടം വിടുകയുള്ളൂ. എന്നാൽ ചെല്ലാതെ ഇരുന്നാൽ അവർ അവിടെ തന്നെ ഇരുന്നു കൊള്ളും. അവരുടെ സാന്നിധ്യം കൊണ്ട് എൻ്റെ വീട് എന്നാളും ഐശ്വര്യസമൃദ്ധിയോടുകൂടി പരിലസിക്കുകയും ചെയ്യും. എൻ്റെ പേര് എല്ലാ കാലവും നിലനിൽക്കുന്നതും ഇതു കാരണമായി തീരും. അതുകൊണ്ട് വീട്ടിലേക്കിപ്പോൾ പോകണ്ട എന്നു തന്നെ വെച്ചുകളയാം. യക്ഷി ഉഗ്രരൂപിണി, അവൾ എന്നെ കണ്ടുപിടിച്ച് പിടിച്ചുകൊണ്ടു പോയേക്കും. അവിടെ എത്തുമ്പോൾ അസാധ്യങ്ങളായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് ആ ദേവി പറഞ്ഞാൽ എന്തു ചെയ്യും? എന്നെക്കൊണ്ടോ എന്നെ സംബന്ധിച്ചവരെ കൊണ്ടോ അത് സാധ്യമായിരിക്കില്ല. അതുകൊണ്ട് മരിക്ക തന്നെ ഉത്തമം. എന്നായാലും മരിക്കണമല്ലോ. അത് ഇപ്പോൾ ആയിക്കൊള്ളട്ടെ. ഞാൻ ചെല്ലാതിരുന്നാൽ അവർ പോവുകയില്ല. എന്നാലും എന്നും അവർ വീട്ടിൽ ഇരുന്നു കൊള്ളും. കാരണവർ അവിടെ നിന്ന് എണീറ്റ് ആറ്റിൽ ആഴം കൂടിയ ഭാഗം നോക്കി ഒറ്റ
ഒരൊറ്റ ചാട്ടം കൊടുത്തു. കുറെയെല്ലാം നീന്തി നോക്കി. കൈകാലുകൾ അദ്ദേഹത്തിൻ്റെ കുഴഞ്ഞു. നീന്തിയതെന്തിന്? ആത്മഹത്യക്ക് തോന്നുക സാധാരണമാണ്. പക്ഷേ അതിനായി പ്രവർത്തിച്ചു കഴിയുമ്പോൾ ഏത് വിധത്തിലും അതിൽ നിന്നു രക്ഷ പ്രാപിക്കണമെന്ന് തോന്നുക മനുഷ്യ സ്വഭാവവുമാണ്. ആ പ്രയത്നം ഫലിക്കാതെ വരുന്നവർ മരിക്കും. അല്ലാത്തവർ പിന്നീട് ആത്മഹത്യക്ക് ഒരുങ്ങുകയുമില്ല. ഈ തത്വം അനുസരിച്ചാണ് നമ്മുടെ കാരണവരും കുറേ നീന്തി നോക്കിയത്. കാരണവർ വെള്ളം കുടിച്ച് കയത്തിലേക്ക് താണു, അത്ര തന്നെ. പിന്നീട് അയാൾ ഈ ലോകം കാണുകയോ ലോകം അയാളെ കാണുകയോ ഉണ്ടായിട്ടില്ല. ആ കാരണവർ മുങ്ങിമരിച്ച സ്ഥലമാണ് പാറക്കടവ് എന്ന് ഇപ്പോൾ പ്രസിദ്ധമായിട്ടുള്ളത്. കാരണവരെ കാത്തിരുന്ന ആ 2 സ്ത്രീകൾ വളരെയധിക നേരം ഇരുന്നിട്ടും കാരണവരെ കാണായികയാൽ അന്വേഷിച്ചിറങ്ങി. ദിവ്യദൃഷ്ടി കൊണ്ട് കാരണവർ പാറക്കടവിൽ ചാടിമരിച്ചു എന്ന് അറിയുകയാൽ കടുവായെ പിടിക്കാൻ ഒരു കിടുവയുണ്ടായല്ലോ എന്നോർത്ത് അവർ തിരികെ ആ വീട്ടിൽ തന്നെ ചെന്നിരുന്നു. പക്ഷേ അദൃശ്യരൂപികളായിട്ടായിരുന്നു അപ്പോൾ മുതൽക്കുള്ള അവരുടെ താമസം എന്നു മാത്രം. തങ്ങളെ ഈ വിധത്തിൽ പറ്റിച്ച് കാരണവരുടെ ശേഷക്കാരോട് ആ ദേവിക്കും യക്ഷിക്കും വിരോധം തോന്നിയതിൽ ആശ്ചര്യം അവകാശപ്പെടാനില്ല. അന്നു മുതൽ അവർ ഓരോ ഉപദ്രവങ്ങൾ ആ വീട്ടിലുള്ളവരോട് ചെയ്തു. അപ്പോൾ വീടുപേക്ഷിച്ച് ആ താമസക്കാർ ചെങ്ങന്നൂരേക്ക് തന്നെ പോയി. ഒഴിഞ്ഞുകിടന്ന വീട്ടിൽ ഭദ്രകാളിയുടെയും യക്ഷിയുടെയും ആവാസമുണ്ടെന്നും അവിടെ കയറിക്കിടക്കുന്നവരെ തിരുമ്മിപ്പിഴിഞ്ഞ് അവർ രക്തപാനം ചെയ്യുമെന്നും മറ്റും ഓരോരുത്തർ പറഞ്ഞു തുടങ്ങിയപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ പോലും ആളുകൾ ധൈര്യമില്ലാതെയായി. ഈ നിലയിൽ അല്പകാലം കൊണ്ട് വീട് വീണടിഞ്ഞു, നാമാവിശേഷമായി. എന്നു മാത്രമല്ല, ആ സ്ഥലം കാട് കയറി മൂടപ്പെടുകയും ചെയ്തു. വളരെയധികം കാലം കഴിഞ്ഞതിനു ശേഷം മണ്ണടി ദേശത്തിൻ്റെ ആധിപത്യം വഞ്ഞിപ്പുഴ പണ്ടാരത്തിലേക്ക് എത്തിച്ചേർന്നു. അക്കാലത്ത് അവരുടെ കീഴിൽ ഭരണസംബന്ധമായ കാര്യങ്ങൾ നടത്താൻ ഒരു നായർ കുടുംബവും ഉണ്ടായി. അതാണ് മംഗലത്ത് കുടുംബം. പണിക്കർ സ്ഥാനമുള്ള ആ കുടുംബക്കാർ പഴയകാലത്ത് കളരിയാശാന്മാരും കരനാഥന്മാരുമായിരുന്നു. അവരുടെ ആജ്ഞപ്രകാരം കാട് വെട്ടിത്തെളിച്ചു ചെന്നപ്പോൾ സ്വയംഭൂവായ ഒരു ദേവീ വിഗ്രഹം കാണുന്നതിനിടയായി. കാട് വെട്ടിക്കൊണ്ടിരുന്ന പുലയർ വിവരം പണിക്കരെ അറിയിച്ചു. പണിക്കർ ഉടൻ തന്നെ ദേശാധിപതിയായ വഞ്ഞിപ്പുഴ തമ്പുരാനെ അറിയിക്കുകയും തമ്പുരാൻ വന്നു നോക്കി ക്ഷേത്രം പണിക്ക് വേണ്ട ഏർപ്പാട് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ചെങ്ങന്നൂർ പുലിപ്പറത്തറവാട്ടിൽ കാരണവരുടെ അറപ്പുര വീട് ക്ഷേത്രമായും കാരണവർ പറഞ്ഞിരുത്തിയ ദേവി സ്വയംഭൂവായ ഭദ്രകാളിയായും തീർന്നു.